നമ്മുടെ ജോലി നോക്കാം. വേണ്ട, ഭയപ്പെട്ടതല്ലേ, അല്പം വിശ്രമിക്കൂ. ഉത്തരവ്. പല വ്യക്തമായി ഈ രോദനം നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. ആരുടെ ശബ്ദമാണെന്നും എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഒക്കെ വരുന്ന നാരദരെ കാണാനുമില്ല. ആഹാ, വന്നുവല്ലോ നാരദൻ. എവിടെ കാണുന്നില്ലല്ലോ? എവിടെയും ആദ്യം എന്റെ ശബ്ദമല്ലേ കേൾക്കാറ്, പിന്നീടല്ലേ എന്നെ കാണാറുള്ളത്. വലുത് പറയാനും മറ്റു കുശലാന്വേഷണം ചോദിക്കാനും സമയമില്ല. നാം വലിയൊരു ധർമ്മസങ്കടത്തിലാണ്. എന്താണ് ഞാൻ കേൾക്കുന്നത്? വിശ്വം ഭരിക്കുന്ന ഈ വിശ്വം ഭരിക്കുന്ന സങ്കടമോ? മാത്രേ മുൻപ് വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. എന്തായെന്ന് അറിയാൻ എനിക്ക് തിടുക്കമുണ്ട്. അറിയാം, ഞാനിപ്പോൾ ഭൂമിയിൽ നിന്ന് വരുന്ന വഴിയാണ്. ഡയലോഗ് പറഞ്ഞോളൂ. എന്തായെന്ന് അറിയാൻ എനിക്ക് തിടുക്കമുണ്ട്. പറയാം, കുറെ വർഷങ്ങളായി ഭൂമിയിൽ കാഴ്ചയിൽ അമ്മമാരെയും അച്ഛന്മാരെയും കാണാനില്ല. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഞാനൊരു അന്വേഷണവും പഠനവും ഒക്കെ നടത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ വിചിത്രമായ കണ്ടെത്തലുകളാണ്. ഞാൻ ഏൽപ്പിച്ച ദൗത്യം എന്തായി? അതുതന്നെയാണ് പറഞ്ഞു വരുന്നത്. കുറെ അച്ഛന്മാരും അമ്മമാരും പുസ്തക സാധനങ്ങളിലാണ്. അവർ പുറത്തിറങ്ങാറില്ല. മറ്റുള്ളവർക്ക് എന്തു പറ്റി? അതല്ലയോ കഥ. നമ്മുടെ ഇവിടുന്ന് കട്ടിക്കൊണ്ടുപോയി സൗന്ദര്യവർദ്ധന സാധനങ്ങൾ അവിടെ മെഡിക്കൽ സ്റ്റോറിലും അതിലും കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇവിടെ ദൈവമാർ വയസ്സന്മാരാകുന്നു, ഭൂമിയിലെ വൃദ്ധരെല്ലാം ചെറുപ്പക്കാരാകുന്നു. എല്ലാം നമുക്ക് പറ്റിയ ബുദ്ധിമോശം. അത് പോവട്ടെ, നമ്മെ ഭയത്തിലായിട്ടുള്ള ഈ നിലവിളിയുടെ ഉറവിടം അതുമാത്രം കണ്ടെത്താൻ സാധിച്ചില്ല. എന്റെ ഈ ആപഘട്ടത്തിൽ എനിക്ക് തന്നെ കൊണ്ട് എന്ത് പ്രയോജനം? എന്റെ അവസാന പ്രയോഗം പാതാളത്തിലൊന്ന് പോയി വരാം. എന്നാ വേഗം പുറപ്പെട്. നിനക്ക് വല്ലതും മനസ്സിലായോ? ആ, മനസ്സിലായി. ഭൂമിയിൽ ഒരു കരിയില അനങ്ങുമ്പോൾ അറിയുന്ന ദൈവത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആരാണ് നിങ്ങൾ? എന്തു വേണം നിങ്ങൾക്ക്? ഞാനൊരു സഞ്ചാരിയാണ്. ഈ അണ്ടകടാഹം മുഴുവൻ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വീട് കണ്ടു. ആരുടേതെന്ന് അറിയാൻ ഒന്ന് ഇറങ്ങിയതാണ്. ആരുടെ വീടാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇല്ല, ഇത് ദൈവത്തിന്റെ വീടാണ്. ദൈവത്തിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നിട്ട് എവിടെ അദ്ദേഹം? അദ്ദേഹം വിശ്രമിക്കുകയാണ്. രാവും പകലും തികയാതെ രണ്ടറ്റം ഒന്നും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഭൂമിയിലെ ദരിദ്രനാരായണന്മാർ കിടന്ന് നെട്ടോട്ട പോകുമ്പോൾ ദൈവത്തിനെപ്പോഴും വിശ്രമം. എവിടെ? ഒന്ന് വിളിക്കൂ ദൈവത്തിനെ. ഭൂമിയിൽ നിന്ന് വരുന്ന സഞ്ചാരിയായ മനുഷ്യൻ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു. ഏതായാലും യാദൃച്ഛികമായ അങ്ങ് ഇന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. എനിക്കൊരല്പം തിരക്കുണ്ട്. എത്രയായാലും ഈ തൊട്ടടുത്തുള്ള ചൊവ്വാഗ്രഹത്തിലെത്തണം. സാധാരണ വിശ്രമിക്കാൻ വേണ്ടി ഞാൻ ഭൂമിയിലേക്കും വന്നു പോകും. ആരാണിത്? എവിടെ നിന്നാണ്? ഏത് ശബ്ദം, ഏത് സമയം അവർ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് അവരെ രക്ഷിക്കാൻ കഴിയില്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അവർ ആരാണെന്നും എവിടെ നിന്നാണെന്നും അറിയണ്ടേ? ഇതിപ്പോ പല ആവർത്തിയായി. ഇതൊരു മനുഷ്യ ശബ്ദമല്ലേ? അതെ. അപ്പോൾ ഇത് ഭൂമിയിൽ നിന്നാകില്ലേ? ഭൂമിയിൽ നിന്നാണെന്ന് ഉറപ്പിക്കാനാകില്ല. അതെന്താണ്? പല ഗ്രഹങ്ങളിൽ നിന്നും പല ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. നമ്മൾ ഈ കേട്ട നിലവിളി ഭൂമിയിൽ നിന്നാണ്. ഭൂമിയിൽ നിന്നോ? അതെ. അവിടെ ആരാണ്? എവിടെ നിന്നാണ്? അത് മറ്റൊന്നുമല്ല, അത് ഭൂമിയാണ്. ഭൂമി എന്ന വൃദ്ധയായ രോഗിയായ അമ്മയാണ്. അവർ മരണത്തിന് വേണ്ടി ശ്വാസം വലിക്കുന്നു. ഈ ഭൂമി രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാനും അത് തന്നെയാണ് ഇതിൽ തിരയുന്നത്. പഞ്ചഭൂതങ്ങളെയും 6 ഋതുക്കളും സൃഷ്ടിച്ച്
ഈ ഭൂമി രക്ഷിക്കാനാകില്ലേ? കഴിയും, വിദ്യാഭ്യാസം കൊണ്ട്. അതെങ്ങനെ? പറഞ്ഞോളൂ ടീച്ചറേ. ടീച്ചറേ എളുപ്പത്തിൽ സാധ്യമല്ല, കുറേയേറെ കാലമെടുക്കും. എന്നാലും സാരമില്ല, ഒന്ന് വിശദമാക്കും. വിജയ്ക്ക് വളരെ സാധ്യത കുറവാണ്. ഒത്തുപിടിച്ചാൽ മറയും പോകുമെന്നല്ലേ? പറയൂ, കേൾക്കട്ടെ. 25 വർഷം കൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഭൂമിയെ നമുക്ക് വാർഡിലേക്ക് മാറ്റണം. വീണ്ടും 25 വർഷം കൊണ്ട് അടുത്ത തലമുറ വളർന്ന് പഠിച്ച് ശ്രമിച്ച് ഭൂമിയെ വാർഡിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് മറ്റൊരു സ്വർഗമാക്കാം. Next. എന്ത് സുന്ദരമായ ആശയം! നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ ഇതിനു മുകളിൽ ഇനി എന്താണ് വേണ്ടത്? അതെ, നമുക്ക് ഈ ആശയം ഭൂമിയിൽ ചെന്ന് പ്രചരിപ്പിക്കാം. അടുത്ത അധ്യയന വർഷം ഇതൊരു പാഠപുസ്തകത്തിൽ നിന്നാകണം. നിങ്ങൾ ചവിട്ടി നിൽക്കുന്നത് നഷ്ടമാകാതിരിക്കാൻ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസസാധ്യമാകാൻ നമുക്ക് ഒന്നിക്കാം. അതെ,